ഡിയേഴ്സ്, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. സോ മക്കളെല്ലാവരും ഈ ഒരു വീഡിയോന്റെ തംബ്നെയിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അബൌട്ട് മാർക്ക് റൂം അല്ലേ. കുറച്ച് ആൾക്കാർക്കെങ്കിലും അറിയണ്ടാവും എന്താണ് മാർക്ക് റൂം, അല്ലെങ്കിൽ എന്ത് തരത്തിലുള്ള കോൺസെപ്റ്റ് ആണ് നമ്മൾ ആ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് എന്നുള്ളത്. പക്ഷെ അറിയാത്തവർക്ക് വേണ്ടി നമുക്ക് മാർക്ക് റൂമിന്റെ കുറച്ച് കാര്യങ്ങളൊന്നും ഈ വീഡിയോയിലൂടെ നോക്കാം. നിങ്ങൾ 10th നിന്ന് 11th വരുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അല്ലേ. അതായത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് മാറിയിട്ടുണ്ട്, നിങ്ങൾ പഠിച്ച സിലബസ് വ്യത്യാസം വന്നിട്ടുണ്ട്. 10th നിങ്ങൾ സയൻസ് എന്ന് പറഞ്ഞൊരു ഒറ്റ സബ്ജക്റ്റ് ആയിരുന്നു പഠിച്ചിരുന്നത്. പക്ഷേ 11th വരുമ്പോൾ അത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി അങ്ങനെ 3 സബ്ജക്റ്റ് ആയിട്ട് മാറിയിട്ടുണ്ട് അല്ലേ. കൂടാതെ കെമിസ്ട്രിക്ക് നിങ്ങൾക്ക് 2 പാർട്ട് ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്, അതുകൂടാതെ ഫിസിക്സിനും നിങ്ങൾക്ക് 2 പാർട്ട് ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്. എന്നാൽ ബയോളജിയിലും മാത്സിലും വരുമ്പോൾ ഒരൊറ്റ ടെക്സ്റ്റ് ബുക്കേ ഉള്ളൂ, പക്ഷേ അതിൻ്റെ തിക്നെസ് നല്ലോണം ഉണ്ട്. അതായത് ഒരുപാട് കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഒരുപാട് കോണ്ടന്റ് നിങ്ങൾക്ക് എവിടെ പഠിക്കാനുണ്ട്, 11th ക്ലാസ്സിൽ പഠിക്കാനുണ്ട്. സോ ഇത്രയും കോൺസെപ്റ്റ് എല്ലാം പഠിച്ചു കഴിയുമ്പോൾ എന്തായാലും നമ്മൾ മറന്നുപോകും അല്ലേ. നമ്മൾ മനുഷ്യന്മാരാണ്, എന്തായാലും നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ മറന്നുപോകും. അപ്പോൾ ഓരോ ചാപ്റ്റേഴ്സിൻ്റെയും ഇമ്പോർട്ടൻറ്റ് ഏരിയാസ് ഉണ്ടാവും, അതിനെ നമ്മൾ ഫോക്കസ് ഏരിയാസ് എന്നാണ് പറയുക. അതായത് ഏറ്റവും കൂടുതൽ തവണ ചോദ്യങ്ങൾ വന്നിട്ടുള്ള, ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ഏരിയാസ് എല്ലാ ചാപ്റ്റേഴ്സിനും ഉണ്ടാവും. സോ ആ ഏരിയനെ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. സോ അവിടെയാണ് മാർക്ക് റൂമിന്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. ഇനി എന്താണ് മാർക്ക് റൂം? പേരുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം, ഇറ്റ് ഏൺസ് യു മാർക്ക് അല്ലെ. മാർക്ക് റൂം സീരീസിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഹൈ വെയിറ്റേജ് കോൺസെപ്റ്റ് ഉള്ള വീഡിയോസ് ആണ്. അതായത് ഇപ്പോൾ ഒരു എക്സാമിന് പറയുകയാണെങ്കിൽ തന്നെ ഫ്രീക്വന്റ്ലി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ അതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്, കുറേ ഡയഗ്രാംസ് നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട്. ഒരു ലാസ്റ്റ് മിനിറ്റ് റിവിഷൻ എന്ന രീതിയിൽ ഒരു ബെസ്റ്റ് പ്ലാൻ അല്ലെങ്കിൽ ഒരു ബെസ്റ്റ് സൊല്യൂഷൻ ആയിരിക്കും ഈ ഒരു മാർക്ക് റൂം വീഡിയോസ് എന്ന് പറഞ്ഞാൽ. അപ്പം നിങ്ങൾ ചോദിക്കും, ഇത് വളരെ ഷോർട്ട് ആയിട്ടുള്ള വീഡിയോസ് അല്ലേ, ഇതിലെങ്ങനെയാണ് നമ്മൾ ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ, ലോങ് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ ഒക്കെ ഇൻക്ലൂഡ് ചെയ്യാന്നുള്ളത് അല്ലേ. വളരെ ഷോർട്ട് ആയിട്ടുള്ള വീഡിയോസ് ആണ്, പക്ഷെ എങ്കിൽ കൂടി നിങ്ങളുടെ CBSE ബോർഡ് എക്സാമിന് നിങ്ങൾക്ക് MCQs മാത്രമല്ല ചോദിക്കുക, ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യനും ലോങ് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യനും ചോദിക്കും അല്ലേ. സോ ഇതെല്ലാം നമ്മൾ എവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്? നമ്മൾ ഈ ഒരു മാർക്ക് റൂം സീരീസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സോ എല്ലാ രീതിയിലുള്ള ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ഈ ഒരു മാർക്ക് റൂം സീരീസിൽ കാണാനായിട്ട് പറ്റും. സോ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഈ ഒരു സീരീസിലുള്ള വീഡിയോസ് എല്ലാം തന്നെ അപ്ഡേറ്റ് ആയിട്ട് കാണുക, നല്ല അടിപൊളിയായിട്ട് പഠിക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഒരു ഉയർന്ന സ്കോറിലേക്ക് എത്തിപ്പെടാൻ സാധിക്കുകയുള്ളൂ. So learn smart and score high.